MIT Musa, 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 MIT Musa. വല്ലാത്തൊരു കടുപ്പ് തന്നെ. ഇതെന്തേത്തൊരു പടപ്പാണ്ട് പഠിച്ചോനെ. ഈനെ കൊണ്ടൊന്നും മടിയമ്മൂസ നീക്കുന്ന ലക്ഷണം കാണില്ല. നോക്കിക്കോളി, നല്ല ചുട്ട് പഴുപ്പിച്ച ചട്ടകം തന്നെ മാണങ്ങക്ക്. ഓ ഇപ്പൊ ശരിയായി തരങ്ങളാ. ഓ പല മോണ്ട. നമുക്ക് പൊല്ലുന്നേ അല്ലോ, നമുക്ക് സാത്താന്റെ നരകത്തിൽ എരുതിയിൽ പൊരിയുന്നേ. ഇനി മാത്രം എന്ത് പാപാണ് പഠിച്ചോനെ ദുനിയാവിൽ കഴിയുന്ന കാലത്ത് നമ്മൾ ചെയ്തത്? പാപല്ലാണ്ട് നിങ്ങൾ എന്താണ് ദുനിയാവിൽ ചെയ്ത് കൂട്ടിയത്? ഇവളെ ഈ നരകത്തിൽ തന്നെ കൊണ്ടിട്ടോ. എന്റെ പഠിച്ചോനെ, ദുനിയാവിൽ ഇവള് കാരണം എത്ര നരകയാതന നമ്മൾ അനുഭവിച്ചിക്കണ്. നിങ്ങൾ കാരണോ നമ്മൾ ഈ പൊരയിൽ അനുഭവിക്കുന്ന നരകയാതന എത്രയാണ്? പഠിച്ചോനെ, അപ്പൊ നമ്മൾ ഇപ്പോഴും ദുനിയാവില്ല. ചട്ടകെടുത്ത് ചന്തിയിൽ വെച്ചിട്ട് നമ്മളെ നരകം കാണിച്ചിട്ട് ഓള് നിന്ന് വീണ്ടും ഉറഞ്ഞു തുള്ളാണ്. നേരെ 9 മണിയായി. നിങ്ങൾ ഇങ്ങനെ മൂടി പൊച്ച് കിടന്നുറങ്ങിയാല് ഈ പൊരയിൽ എങ്ങനെയാണ് തീ പോകുക? നമ്മള് കിടന്നുറങ്ങുമ്പോ തീ പോഞ്ഞോണ്ടാണല്ലോ എനിക്ക് ചട്ടക പൈപ്പിച്ച് വെക്കാൻ പറ്റിയേ. അല്ല മനുഷ്യ, മീൻ വിൽക്കാൻ പോവാണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ മൂടി പൊച്ച് കിടന്നുറങ്ങിയാല് അടുപ്പിലെ തീ പൊകിയോ? ഇന്നലെ രാത്രി മഴ ചെയ്തോണ്ടേ ഇങ്ങനെ മൂടി പൊച്ച് കിടക്കാൻ നല്ല സുഖം. ആവശ്യത്തിന് കിടന്നുറങ്ങിയില്ലേ? ഇനി നിങ്ങൾ എന്നിട്ട് പണിക്ക് പോയി. പുറത്ത് നല്ല വെയിലാണ് പാത്തുവോ. ഓ മഴ പെയ്തോണ്ട് കിടന്നുറങ്ങണം. വെയിലടിച്ചൻ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും പറ്റൂല അല്ലേ? വെയിലത്ത് മീനും വിറ്റ് നടന്നാലേ ഞമ്മക്ക് തലവേന വരൂ. തലങ്ങനെ വെട്ടി പൊള്ളിയമാര് തോന്നുന്നു. മഴയത്ത് തീരെ പറ്റൂല. മഴ കൊണ്ടാ ഞമ്മക്ക് പനി വരൂ. അന്നപ്പോ മഴയും വെയിലും ഇല്ലാത്ത നേരത്തെ മാത്രമേ നിങ്ങൾ പണിക്ക് പോവൂ. അത്രേ ഉള്ളൂ. അന്നപ്പോ പറയേ അതേതാണ് ഒരു നേരം? അത് ഈ മഴ പെയ്യുന്ന നേരം ചില സമയത്ത് ഒരു ചോർച്ച ഉണ്ടാവൂലേ, അപ്പോ അന്നപ്പോ മാത്രമേ നിങ്ങൾ പണിക്ക് പോകൂ. അന്നപ്പോഴും പോവൂല. അപ്പോഴും മഴ ഇപ്പൊ പെയ്യും വിചാരിച്ചിട്ട് പോകാൻ പറ്റൂല. മഴ എങ്ങാനും വന്നാൽ ഞമ്മക്ക് പനി പിടിക്കൂലേ. അന്നപ്പോ നിങ്ങൾ പണിക്കേ പോണില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഞമ്മക്ക് മേലനങ്ങാത്ത വല്ല പണിയും കിട്ടുമോ നോക്കണം. ആ എന്റെ പൊന്നാരി എന്നെ സുക്കൂറിനോട് വരാൻ പറഞ്ഞിരിക്കുന്നു. മടിയന്മാർക്ക് പറ്റിയ പണിയൊക്കെ ഓന്റെ കയ്യിലേ ഉണ്ടാവും. പക്ഷെങ്കിലുണ്ടല്ലോ അടി കൊള്ളാനുള്ള ഉസിരുമാണ് ഇനി. ആ ജനിയനായതുകൊണ്ട് പറയല്ല, നാട്ടുകാരെ തല്ലു കൊള്ളാനോ ബെസ്റ്റാ. അടി കൊള്ളാനൊക്കെ നമുക്ക് പേടിയാണ് പാത്തു. അടിക്കുന്നവർക്ക് മടിയില്ലാണ്ടിരുന്നാ പോരെ. അങ്ങനെയല്ല, അടി കൊണ്ടാല് തുണി ചൂടാക്കി വെക്കണോ, മേലും വേദന സഹിക്കണോ, അതൊക്കെ നമുക്ക് പേടിയാ. എന്നാ പിന്നെ സുക്കൂർ ഇങ്ങോട്ട് ബെറ്റേ. നിങ്ങളൊരു മടി അതൊക്കെ നല്ലോ മാറ്റി തരൂട്ടോ. ചട്ടുകോ അല്ലോ നമ്മളെ ചന്തി. അല്ലോ അല്ല ആടെ നിക്കി, നിങ്ങൾ ഈ ചെടി നനക്ക് നോസട്ട് എന്തിനാണ് മുറിച്ചത്? ഇതിനെ കൊണ്ടൊരു ആവശ്യമുണ്ട് പാത്തുവോ. കുയിമടിയനായ എങ്ങളി പണിപ്പെട്ട ഒരു ഓസ് മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. നിങ്ങൾ പറയേ എന്തേനാണ് ഇത് മുറിച്ചത്? കിടപ്പ് മുറിയില് ഇങ്ങനത്തെ ഒന്ന് വേണം തോന്നി. എന്തിനാ ഓസിന്റെ കഷ്ണം കിടപ്പ് മുറിയില്?
അത് ഈ ഓസ് വായിൽ വെച്ച് ഊതിയാലേ ആ. ഓടക്കോലിൽ ഉള്ളുന്നുണ്ടാവുമ്പോൾ ഒരു ഒച്ച ഉണ്ടാവും. ഏയ്, ഏടാ ഒച്ചുണ്ടാക്കാൻ ഞങ്ങൾ കടുപ്പുമുറി പോണത് ഉറങ്ങാനല്ലേ? അതല്ല പത്തുവോ, ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഊതുമ്പോ ആ. കാറ്റ് മൂളണ പോലെ സംഗീതം ഉണ്ടാവും. ആ. ഇത് അന്നെ കേൾപ്പിച്ചിട്ട് അന്നെ ഉറക്കാൻ വേണ്ടിട്ടാണ്. ഓ, എനിക്ക് ചത്താലും മണ്ടിയില്ല. പാട്ട് കേൾപ്പിച്ച് നിങ്ങൾ എന്നെ ഉറക്കുമ്പോണ്ടല്ലോ, നിങ്ങളൊരു പാട്ടുണ്ട്. അതേതാ? ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങുമ്പോ ഒരു പാട്ട്. അതേതാണ്? അതുകൊണ്ട് ഈ കെടുപ്പുമുറിയിൽ ഓസിന്റെ ഒന്നും പാട്ട് മാണ്ട. ഈ പൈപ്പിന്റെ കഷ്ണം കൊണ്ട് വേറെന്തൊക്കെ കാര്യമുണ്ടെന്ന് അറിയാം എനിക്ക്. ഈ പൈപ്പിന്റെ ഉപയോഗം ചെടി നനക്കലാണ്. അതിന് ഇത് മിറ്റ തന്നെ കിടന്നാ മതി. നട്ടപ്പാതിരക്ക് ഒരു കള്ളം നമ്മളെ പെരയിൽ കയറിന്ന് വിചാരിക്കുക. നമ്മളെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അപ്പൊ ഞമ്മക്ക് ഈ പൈപ്പ് കൊണ്ട് ഓനെ അടിച്ചൂടെ? ഏടാ മോനെ, ഓസോണ്ട് തച്ചിട്ട് മരിച്ചു പോണാൽ ആരാണല്ലേ? നിങ്ങളൊന്ന് പോയാർന്നീ. എന്നാ പിന്നെ ഇത് വേണ്ടേ? മാണ്ട. ഇത് അവിടെ കിടന്നോട്ടെ. ഞാൻ ഇപ്പൊ വരാന്നല്ലേ, ഞാൻ പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ഓരോരോ ഐഡിയ ആയിട്ട് വന്നതാ. പാത്തൂന്റെ അടുത്താ കളി. ഇതേതാണ് ഒരു കള്ളന്റെ മാതിരി. എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. ഇതെന്തിനാ മുസക്കായി കർമുസത്തണ്ട്? നിങ്ങളെന്താ പന്തം കൊളുത്തി പ്രകടനത്തിന് പോണുണ്ടോ? ഈന്റെ മുകളിൽ ഒരു തിരി കൊളുത്തിയിട്ട് നമ്മൾ ഒറ്റക്ക് ഒരു ജാഥ വിളിക്കാൻ പോവാ. മുദ്രാവാക്യം നമ്മൾ എഴുതി തരട്ടെ? എന്താ അത്? മടിയാ മടിയാ മുസക്ക നട്ടപ്പതിര നേരത്തി മൂത്രമൊഴിക്കാൻ മുട്ടിയാലി കെട്ടപ്പയില് മുള്ളുന്ന കാലം പണ്ട് കഴിഞ്ഞില്ലേ. അപ്പൊ അനക്കൊക്കെ തിരിഞ്ഞിക്കണല്ലേ? സത്യം പറയേ, ഇന്നലെ രാത്രി നിങ്ങൾ ജനാലിന്റെ മുകളിൽ കൂടെ മൂത്രയിച്ചിനോ? വാതിൽ തുറന്ന് പുറത്തു പോകാൻ മടിയായിട്ടാണ് പത്തുവോ. ഇനി രാത്രി മൂത്രമൊഴിക്കാൻ മുട്ടിയാലേ ആരെങ്കിലും ഞമ്മക്ക് വേണ്ടി ഒന്ന് പാത്തി വന്ന വലിയ ഉപകാരം. ജനൽ പടിമേൽ നനവ് കണ്ടപ്പോഴേ ഞമ്മക്ക് സംശയം തോന്നിക്ക്. പിന്നെ ഒരു മുസ്ക് മണോ. അങ്ങനെ ഏടെ മൂത്രം ഉണ്ടാന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ഈ ഹോസും കർമ്മസും കണ്ട കട കൊണ്ടുക്കണേ. എന്നാ പിന്നെ അതിന്റെ ഉള്ളിൽ കൂടെ കാര്യം സാധിക്കാലോ. നടക്കൂല. നടക്കാണ്ട കാര്യം സാധിക്കാനല്ലേ നമ്മൾ ഇതൊക്കെ കൊണ്ടുക്കണേ. ഇനി ഈ പരിപാടി ആ മുറിയിൽ നടക്കൂലെന്നാണ് നമ്മൾ പറഞ്ഞത്. മര്യാദക്ക് പുറത്തു പോയിട്ട് ഒഴിച്ചു വരണോ? അല്ലെങ്കിൽ ആ മുറി കിടക്കണ്ട. നിങ്ങൾ അവിടെ എടോ കിടന്നോളി. എന്നാ മൂത്ര വെച്ചിട്ട് കിടന്നുറങ്ങിക്കോളി. എന്നെ കൊണ്ട് അതൊന്ന് പറയിപ്പിക്കണ്ട കേട്ടോ. 22 വയസ്സുള്ള ആ കോട്ടയത്തുകാരി നെയ്സിന്റെ സിനിമ കഥ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മണ്ടല്ലോ. ഇവിടെ മൂർച്ചല നല്ല കറിക്കത്തിണ്ടി. ഇത് വേണ്ട. MIT Musa, MIT Musa, MIT Musa, MIT Musa. അന്നോട് ഞമ്മള് പറഞ്ഞല്ലേ പത്തോ പുട്ടിന് കടലക്കറി ഉണ്ടാക്കണ്ടാന്ന്. എന്താപ്പാ ഇവിടെ കൊറേ കാലായിട്ട് പുട്ടിന് കടലക്കറി അല്ലേ പതിവ്? കടല എനിക്ക് പല്ലോണ്ട് ചവയ്ക്കാൻ പറ്റൂല. എന്നാ ഒരു കാര്യം ചെയ്യാ, കടലെടുത്ത് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചാട്ടി തരാം. ചവയ്ക്കാൻ എനിക്ക് മടിയാ. തിന്നാനിപ്പാക്ക് മടിയില്ലല്ലോ. തിന്നാനും മടിയാ. നമ്മൾ വിചാരിക്കും എന്നും 2 കുപ്പി ഗ്ലൂക്കോസ് കയറ്റിയാലോ എന്ന്. എന്നാ പിന്നെ തിന്നാണ്ട് കഴിക്കാനല്ലോ. അല്ല, നിങ്ങൾ എന്താ മുള്ളന് പുയ്യാപ്പിളക്കോരെ ഒന്ന് കൊണ്ടുവരാത്തേ? ആ മീനൊക്കെ വല്ലാത്ത മുള്ളാണ് പാത്തുവോ. ഈ മുള്ളുള്ള മീന്റെ മുള്ളെടുത്ത് മാറ്റിയിട്ട് ഇറച്ചിയൊക്കെ തിന്നാന്ന് പറഞ്ഞാലേ മടിയാണ്. ആരെങ്കിലും ഒന്ന് വാരി തന്നെ പൊട്ടൊന്ന് തിന്നേനി. ഇത്ര പണിപ്പെട്ട് നിങ്ങൾ തിന്നാൻ നിക്കണ്ടുപ്പാ. കുറച്ചു കാലായിട്ട് ഉപ്പ കുഴിമടിയനായിക്കൊണ്ടിരിക്കുക. ഉപ്പാനെ പോലെ ഒരു മടിയനെ ഉമ്മ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആഹാരം കഴിക്കാൻ മടി, കുളിക്കാൻ മടി. അത് ഞമ്മക്ക് മാത്രമല്ല, അനക്കൂല്ല മടി. പഠിക്കാൻ മടിയല്ല എനിക്ക്. എനിക്ക് ഒട്ടും മടിയില്ല. എന്റെ കണ്ണുകൾക്കാണ് മടി. പഠിക്കാനിരിക്കുമ്പോൾ അവ അടഞ്ഞു പോകുന്നു. അതെന്റെ സമ്മതത്തോടു കൂടിയല്ലല്ലോ. ആയിനെന്നെയാ പോട്ടാ ഉറങ്ങാന്ന് പറയാ. മടി പിടിച്ച് മര്യാദക്ക് കുളിക്കലുണ്ടായി. ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും കുളിക്കാറില്ല. നോർത്ത് ഇന്ത്യയിലുള്ളവരൊക്കെ ആഴ്ചയിൽ ഒരിക്കലല്ലേ കുളിക്കലുള്ളൂ. കുളിക്കാതെ മുടി നീട്ടി നടക്കലാണ് ഞങ്ങളുടെ തലമുറയുടെ പുതിയ ട്രെൻഡ്. അന്റെ തലമുറ മാത്രല്ല, അന്റെ ഉപ്പയും കുറച്ചു കാലായിട്ട് അങ്ങനെ തന്നെ. നല്ല മഴ പെയ്യണ കാലത്ത് അങ്ങനെ കുളിക്കണ്ട പാത്തുവോ. നമ്മൾ ഒട്ടും വേർത്തിട്ടുണ്ടാവില്ലോ. അപ്പൊ കുളിക്കേണ്ട കാര്യമില്ല. പിന്നെ അയക്ക് അതതിന്റെ പാട്ടിന് പോയിക്കോളൂ. ഉപ്പ അങ്ങനെ മടി പിടിച്ചിരുന്നാല് എങ്ങനെയാ പൊരയില് കായിട്ട ചെലവിന്? 10-45 കൊല്ലായിലെ മോളെ ഉപ്പ അങ്ങനെ എല്ലുമുറിയെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്.
ഇനിയിപ്പോ വല്ലാണ്ട് മേലനങ്ങാണ്ട് കുറച്ചു കാലം ഇരിക്കാന്ന് വിചാരിക്കാം. അല്ല നിങ്ങൾ പണിയെടുക്കാണ്ട് നിന്നാലേ പൈസ എങ്ങനെ നടന്നു വന്ന് നിങ്ങളെ കീമ കേറി കുത്തിക്കോ. നിങ്ങളൊന്ന് പോയായിരുന്നു. എത്ര മടിയന്മാരുണ്ട് പാത്തു, ഒന്നും ചെയ്യാണ്ട് വെറുതെ കായുണ്ടാക്കണവര്. ഒരു ഭാഗത്ത് നമ്മളെ പോലുള്ള പാവങ്ങള് ചോര നീരാക്കി കഷ്ടപ്പെടുന്നു, വേറൊരു ഭാഗത്ത് കുറെ ആൾക്കാര് ഒന്നും ചെയ്യാണ്ട് കായുണ്ടാക്കണം, കോടികൾ പോയാണ്. അതൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് ഒരു പണിയും ചെയ്യാൻ തോന്നില്ല. ഒരു പണി ചെയ്യാണ്ട് കുത്തിരുന്നാലേ വേഗം മയ്യത്തായി പോവും. അല്ലോ അങ്ങനെയുണ്ടോ? പത്രത്തിൽ വരുന്നൊക്കെ അരിച്ചു പെറുക്കി വായിച്ചിട്ട് നിങ്ങളാവൊന്നും കണ്ടില്ലേ? അല്ല, നമ്മള് മയ്യത്താവുന്നുള്ള വിവരം പത്രത്തിലുണ്ട്. അല്ലോ ഏടേ? അതാ മടി പിടിച്ചിരുന്ന മരണം പെട്ടെന്ന് എത്തുന്നേ. ഞമ്മളെ മടിന്റെ കാര്യം ഈ പത്രക്കാരെങ്ങനെ അറിഞ്ഞ്? ഈ പത്രക്കാരൊരു കാര്യം നമ്മളെ കൊണ്ട് ഫേമസ് ആയിക്കാളും. ലോകത്ത് ഓരോ വർഷവും നടക്കുന്ന മരണങ്ങളിൽ 10% മടി പിടിച്ചിരിക്കുന്നവർക്കാണ്. പുകവലിയും പൊണ്ണത്തടിയും പോലെ അപകടകരമാണ് മടിയും. ശരീരം ഇളകാത്തത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഹലോ റോസ, നിന്റെ അച്ഛന്റെ കാലത്ത് ബേമാണോ? ഉപ്പാക്ക് ഭയങ്കര നെഞ്ചുവേനാ. ഈ ബേമാണ്ടോ? ഉമ്മ എന്തിനാ ഉപ്പാക്ക് നെഞ്ചുവേന ഉണ്ടാക്കുന്ന വാർത്തകളൊക്കെ വായിക്കാൻ കൊടുക്കുന്നേ? ആശുപത്രിയിൽ എത്തുന്ന വരെ ജീവൻ ഉണ്ടായ മതിയായിരുന്നു. അപ്പൊ ആശുപത്രിയിൽ എത്തി കഴിഞ്ഞിട്ട് ഉപ്പാന്റെ ജീവൻ പോയിക്കോട്ടെന്നാ അടിച്ചൊക്കെ കൊടുക്കും നെഞ്ഞത്ത്. അതല്ല, ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ മയ്യത്തായാലേ പിന്നെ പള്ളിപ്പറമ്പലേക്ക് കൊണ്ടുപോയാ പോരെ. നമ്മളെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ധൃതിയായില്ലേ? ഉയ്യ കൊടുക്കങ്ങള്. നെഞ്ചുവേന വന്നല്ലേ? നെഞ്ചുവേനല്ല, അതെ കടലക്കറി കൂട്ടാണ്ട് വെറും പുട്ടുന്നപ്പോളേ തൊണ്ടേ കുടുങ്ങിട്ട് നമ്മൾ ഉഞ്ഞു താഴോട്ട് ഇറക്കുക. മൂടി. ആഹാ, അപ്പൊ അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് തടവി ഇറക്കിയല്ലേ? ഈ ഉപ്പ് ആൾ സംഭവം തന്നെയാ. അല്ല, ഇങ്ങക്ക് ഇച്ചിരി വെള്ളം കുടിച്ചൂടെ? അതിന് വെള്ളം എടുത്തു കുടിക്കാൻ മടിയായിട്ടാണ്ടാ. ഇല്ലടിയാ, 3-4 ദിവസമായിട്ട് നിങ്ങൾ മീൻ പണി നിർത്തിന്ന് കേട്ട്. പുതിയ പണി എന്തെങ്കിലും നോക്കണ്ടേ? അതിനല്ല അന്നെ നമ്മള് വിളിപ്പിച്ചേ. ഈ പെരയിലിരുന്നിട്ട് വെയിലും മയം കൊള്ളാണ്ട് ചെയ്യാൻ പറ്റുന്ന പണി എന്താ ഉള്ളത്? ഒരു പണിയുണ്ട്. എന്താ? ചിന്തിക്കുക, വെറുതെ എങ്ങനെ ചിന്തിക്കുക. അതൊരു പണിയുണ്ടോ? പെരയിലിരുന്ന് ചിന്തിച്ചോണ്ട് കായിട്ടു കിട്ടുവളിയാ. ചിന്തിച്ച് ചിന്തിച്ച് പലതും കണ്ടുപിടിക്കാം. എഡിസൺ ബൾബ് കണ്ടുപിടിച്ചില്ലേ? ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചില്ലേ? അതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക. അവസാനം കണ്ടുപിടിച്ച ഉപകരണത്തിന്റെ പാറ്റന്റ് എടുക്കുക. കിട്ടുന്നത് കോടികളായിരിക്കും. അല്ല, അതിനിത്തിരി വിവരൊക്കെ വേണ്ട സുക്കൂറെ. അത് ശരിയാ, അതിനെ കൊണ്ടല്ലേ ഞാൻ ആ പണിക്ക് പോകത്ത്. അല്ല, ഈ മേലനങ്ങാണ്ട് കായ് ഉണ്ടാക്കുന്ന വിദ്യ അനക്കറിയാന്നുള്ള പത്തുമ പറഞ്ഞ്. ഫ്രോഡ് കളിക്കാനും ഇച്ചിരി മേലൊക്കെ അനങ്ങണറിയാ. അത് മാത്രല്ല, തട്ടിപ്പും വെട്ടിപ്പും നിങ്ങൾക്ക് അറിയൂല. നിങ്ങൾ എളുപ്പം പിടിക്കപ്പെടും. അവസാനം അടിയേ ഇന്റെ പടലിക്കാവുക. അതിനെ കൊണ്ട് പണിക്ക് നിൽക്കണ്ട. പിന്നെ എന്താണ്ട് ഒരു ഒരു വഴിയുണ്ട്. എന്താ? മേലനങ്ങാനേ പാടില്ല. അനങ്ങൂല. ആന കുലിക്കാലും നമ്മൾ അനങ്ങൂല. അളിയൻ ശരിക്കൊരു പ്രതിമ പോലെ നിൽക്കണം. ഒരു ശിലാവിഗ്രഹം പോലെ ഇങ്ങനെ നിൽക്കണം. ഇങ്ങനല്ലേ? അല്ല, ശ്വാസം വിട്ടൂടെ? അതോടാ, ശ്വാസം കഴിക്കാം, പക്ഷെ ചിരിക്കാൻ പാടില്ല. ചിരിക്കൂല. ചിരിപ്പിക്കാൻ പലരും ശ്രമിക്കും, പക്ഷെ ചുണ്ടിന്റെ ഒരറ്റത്ത് പോലും പുഞ്ചിരി തെളിയരുത്. അല്ല, ഞമ്മള് നാവ് കടിച്ചു പിടിച്ചാണോ? അപ്പൊ പിന്നെ ചിരി വരില്ലല്ലോ. അളിയൻ അങ്ങനെ പ്രതിമ പോലെ നിൽക്കുമ്പോ മുന്നിൽ ഇങ്ങനെ നോട്ടുകെട്ടുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടും. അല്ലടോ, ഞമ്മളീ പെരയിൽ ആരോടും ചിരിക്കാണ്ടെന്നാലും നോട്ടുകെട്ടുകൾ കുമിഞ്ഞു കൂടുന്നു. എന്ത് വർത്താന സുക്കൂരെ പറയുന്നത്? ഒരേലല്ലടിയാ, നമ്മളെ കോഴിക്കോട് ബീച്ചില്, പിന്നെ മാനാഞ്ചിറ സ്ക്വയറില്, അല്ലെങ്കിൽ നമ്മളെ സരോവര പാർക്കില്. അവിടെ അല്ല, ആടി കായുണ്ടാവൂലേ? ആള് വേണല്ലോ. അവിടെ ഞാനൊരു ബോർഡ് സ്ഥാപിക്കും. പ്രതിമ മനുഷ്യൻ. ഇയാളെ ചിരിപ്പിക്കുന്നവർക്ക് 10,000 രൂപ സമ്മാനം.